ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഉയിർപ്പ് കാലത്തിൻ്റെ 3-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് അജപാലന ആധ്യാത്മികതയെക്കുറിച്ചാണ് തിരുവചനം നമുക്ക് സന്ദേശം നൽകുന്നത്. അജപാലകൻ ദൈവവുമായുള്ള ഭേദ്യമായ ബന്ധത്തിൻ്റെ നിറവിലായിരിക്കണമെന്ന് പ്രത്യക്ഷത്തിൽ ഈ വചനഭാഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം, കർത്താവിൻ്റെ അജപാലന ശുശ്രൂഷ ഈ ലോകത്തിൽ തുടരുവാൻ വേണ്ടി കർത്താവ് തനിക്ക് ഇഷ്ടമുള്ള 12 പേരെ തിരഞ്ഞെടുത്തു എന്ന് സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവിടുന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: തന്നോട് കൂടെയായിരിക്കുവാൻ, പ്രസംഗിക്കാൻ അയക്കുന്നതിന് വേണ്ടി, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിന് വേണ്ടി. അത് തന്നോട് കൂടെ ആയിരിക്കുവാൻ കർത്താവ് നിയോഗിക്കപ്പെട്ട, അല്ലെങ്കിൽ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് അജപാലകരായ ഇടയന്മാർ, അല്ലെങ്കിൽ ആദിമ സഭയിലെ നേതാക്കന്മാരായിരുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെയൊക്കെ ചൂട് പിടിച്ചുകൊണ്ട് വേണം ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുവാൻ. എന്ന് പറഞ്ഞാൽ, ഇവിടെ പത്രോസിനെയാണ് കർത്താവ് പ്രത്യേകമാംവിധം ചുമതല ഏൽപ്പിക്കുന്നത്. നമുക്കറിയാം, പത്രോസ് ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു. ഈശോ പ്രത്യേകമാംവിധം പത്രോസിനെ തിരഞ്ഞെടുത്ത് അധികാരം ഭരമേൽപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും കർത്താവ് പത്രോസുമായി ഒരു സംവാദം നടത്തുകയാണ്. പത്രോസിനെ പ്രത്യേകമാംവിധം തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവരെ എല്ലാവരെയും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്ന് പറഞ്ഞാൽ, ബാക്കി 11 പേരേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുന്നു. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേക്കറിയാമല്ലോ. രണ്ടാമത് വീണ്ടും അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ എൻ്റെ ആടുകളെ മേയിക്കുക. വീണ്ടും കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് വീണ്ടും പറയുന്നു, അതേ മറുപടി തന്നെ പറയുകയാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നുവല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. വീണ്ടും കർത്താവ് പറയുന്നു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. ഇനി മൂന്നാമതും പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമതും ചോദിച്ചപ്പോൾ പത്രോസിന് ദുഃഖമുണ്ടായി എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നുവല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. അപ്പോഴും കർത്താവ് പറയുന്നത് ഒരു കാര്യമാണ്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യവും ഉത്തരവും നമ്മൾ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമാവിധം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സത്യമുണ്ട്. അതായത്, കർത്താവിൻ്റെ അജപാലകനാകാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഈശോയുടെ സ്നേഹത്തിൽ വളരുന്നവനായിരിക്കണം, ഈശോയുടെ സ്നേഹത്തിൻ്റെ ഭാഗമായി മാറുന്നവനായിരിക്കണം. അജപാലകൻ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായിരിക്കണം. ചേർന്ന് നിന്നാൽ മാത്രം പോരാ, ചേർന്ന് നിന്ന് അവിടുത്തെ സ്നേഹം നുകരുന്നവനായിരിക്കണം. നുകരാൻ അവന് യോഗ്യതയുണ്ടായിരിക്കണം.
അതോടൊപ്പം അത് പകരാനും കഴിയണം. ഇത് രണ്ടും അജപാലകൻ്റെ ദൗത്യമാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇവരേക്കാൾ അധികമായി എന്ന് പറയുമ്പോൾ പത്രോസിനെ കർത്താവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഈ ഉത്തരവാദിത്വം അധികാരത്തിൻ്റേതോ അല്ലെങ്കിൽ അടിച്ചമർത്തലിൻ്റേതോ അല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് കർത്താവ് ഏൽപ്പിക്കുന്നത്. എല്ലാവരെയും നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമെന്നോണം ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ജീവിത ശൈലിയെക്കുറിച്ച് കർത്താവ് പത്രോസിന് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പത്രോസ് തലവനാണെങ്കിലും ഈ തലപ്പത്തിരുന്നു കൊണ്ട് എല്ലാവരെയും അടക്കി ഭരിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് എല്ലാവരെയും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് കൂടെ നിർത്തിക്കൊണ്ട് എല്ലാവരെയും അജപാലനപരമായ വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കെൽപ്പുള്ളവനായി മാറണം പത്രോസ് എന്ന കർത്താവ് പത്രോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഈ അജപാലന ശുശ്രൂഷയിൽ പ്രത്യേകിച്ചും ഏർപ്പെട്ടിരിക്കുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ ദൈവികമായ മാനം, സ്നേഹത്തിൻ്റെ മാനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമുക്ക് കഴിയണം. പത്രോസിനെ കർത്താവ് സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം പത്രോസ് പിന്നീട് നിർവഹിക്കുന്നതായിട്ടും പിന്നീട് പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തെക്കുറിച്ചൊക്കെ വരുന്ന വചനഭാഗങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പത്രോസ് ഏത് വിധേനമുള്ള മരണം വരിക്കുമെന്ന് കൂടി ആയിരിക്കുമെന്ന് സുവിശേഷൻ രേഖപ്പെടുത്തുന്നുമുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പത്രോസ് തൻ്റെ മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുകൂടി കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അതെ, ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ മരണം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ പുലുകുമ്പോൾ അത് ദൈവമഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ്, അല്ലെങ്കിൽ ദൈവമഹത്വം അവിടെ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മരണം ദൈവമഹത്വത്തിന് കാരണമായി തീരണം എന്നുകൂടി ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അജപാലകനായ പത്രോസ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ എല്ലാവരെയും സ്നേഹിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് മരണത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിതാന്തത്തിൽ നിന്നുകൊണ്ട് നമ്മളൊക്കെ കർത്താവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടവരാണ്. നമുക്കറിയാം, നമ്മളധികം പേരും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും കുടുംബത്തിലും ഇത് അന്വർത്ഥമാകേണ്ടതുണ്ട്. കുടുംബത്തിലെ അമരക്കാരൻ കുടുംബനാഥനാണ്. കുടുംബത്തിലെ അമരക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബത്തെ നയിക്കുന്നത് കുടുംബത്തിലെ കുടുംബനാഥ കൂടി ചേർന്നാണ്. അതായത് അപ്പനും അമ്മയും ഒരുമിച്ച് ചേർന്ന് കുടുംബത്തെ ഭരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ വലിയ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുവാനും ആ സ്നേഹതീക്ഷ്ണത മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വേണം മക്കളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും കുടുംബത്തിൻ്റെ ആ ഒരു സമാധാനം നിലനിർത്തുവാനുമെന്നും കൂടി പരോക്ഷമായിട്ട് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബജീവിതക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ വചനം വളരെ പ്രസക്തമാണ്. അനുദിന ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് പത്രോസിനോട് പറഞ്ഞതുപോലെ ഓരോ കുടുംബജീവിതവും ആരംഭിക്കുമ്പോഴും കർത്താവ് പുരുഷനോടും സ്ത്രീയോടും ചോദിക്കുകയാണ്, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? അങ്ങനെ അധികമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദാമ്പത്യ സ്നേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും അവിടെ കടിച്ചുകീറലും അവിടെ എപ്പോഴും വഴക്കും കലഹവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്ന ദമ്പതിമാർക്ക് മാത്രമേ കുടുംബത്തിൽ സ്നേഹം പങ്കുവയ്ക്കുവാനും ആ സ്നേഹത്തിൻ്റെ ഒരു വലിയ സാമ്രാജ്യം കുടുംബത്തിൽ കെട്ടിപ്പടുക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമാകുന്ന ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സ്നേഹമാകുന്ന ഈശോയെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് പകർത്തിക്കൊണ്ട് കുടുംബങ്ങളിൽ സമാധാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് കാലം എന്ന് പറയുന്നത് നമുക്കറിയാം ഈശോയുടെ സ്നേഹത്തിലുള്ള വളർച്ചയാണ്, ഈശോയുടെ ജീവനിലുള്ള പങ്കുചേരലാണല്ലോ. ഉത്ഥാനാനന്തര ജീവിതം എന്ന് പറയുന്നതും ഈശോയിലുള്ള മഹത്വത്തിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളാണല്ലോ. നമ്മുടെ അനുദിന ജീവിതത്തിലും സ്നേഹത്തിൽ പദമൂന്ന് ജീവിതം നയിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതാന്തസ്സിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ലഭിച്ചിരിക്കുന്ന ജീവിതാന്തസ്സിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട്
സ്നേഹത്തിൽ പദമൂന്നി ജീവിതം നയിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, ആരെയും മാറ്റി നിർത്താത്ത, സജാതീയനെന്നോ വിജാതീയനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും, സജാതീയനെന്നോ വർണ്ണനെന്നോ സവർണനെന്നോ ഒന്നും ഭേദമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുണ്ടല്ലോ, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപാവരത്തിനായി സ്നേഹം തന്നെയായ ഈശോയെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വീകരിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.